അച്ഛാ അമ്മേ പാൻറ് 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 സിനിമയിലെ ഡയലോഗ് അല്ല കേട്ടാ. ഇപ്പോൾ ഏതോ ഒരു ചാനലുകളിലൊക്കെ കണ്ടതാണ്. ആ KSRTCയിലെ ഡ്രൈവർ യദു മുണ്ട് പൊക്കി കാണിച്ചിട്ടുണ്ട് എന്നൊരു കേസുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഈ സ്ഥിരമായി പാൻസ് ഇടുകയോ അല്ലെങ്കിൽ ബർമൂഡ ഇടുകയോ ട്രൗസർ ഇടുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന്. അപ്പോൾ മുണ്ടുടുക്കാതെ എങ്ങനെയാണ് മുണ്ട് പൊക്കി കാണിക്കുക? ഇത് ഇങ്ങനെ പൊക്കി കാണിച്ചാൽ അശ്ലീലമാകുമോ? അറിയില്ല. അങ്ങനെയെങ്കിൽ അതൊരു കേസാണ്, ഇല്ലെങ്കിൽ വ്യാജ ആരോപണം മാത്രമാണ്. കാരണം കോടതിയിൽ ആ ആരോപണം ഉന്നയിച്ച വ്യക്തിക്കെതിരെ നിങ്ങൾക്കെതിരെ കേസെടുക്കട്ടെ എന്ന് ആ ജഡ്ജ് ചോദിച്ചു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ പ്രതിയായി ആരോപിക്കപ്പെട്ട യദുവിനോട് ഈ സ്ത്രീക്കെതിരെ കേസെടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പാവങ്ങളല്ലേ, വെറുതെ വിട്ടേര് സാറേ എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് അറിവ്. അപ്പോൾ ഈ പാൻസ് ഇട്ടാൽ എങ്ങനെയാണ് മുണ്ട് പൊക്കി കാണിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കുന്നത് എന്നറിയണമെങ്കിൽ തിരുവനന്തപുരത്ത് ചെന്നാൽ മതി, അവർ പറഞ്ഞു തരും. അപ്പോൾ അച്ഛാ അമ്മേ മുണ്ട് 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 ശരി അമ്മ.